മസാലയൊന്നും വഴറ്റാതെ നമുക്ക് നല്ലൊരു കിടിലൻ മുട്ടക്കറി ഉണ്ടാക്കിയാലും അതും കുക്കറിലാണേ. 4 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതേപോലത്തെ ട്രഡീഷണൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയാണ് നല്ലത്. 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 4 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 പച്ചമുളക് ഒന്നുകിൽ കീറിയിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒടിച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. ഇനി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 3/4 ടീസ്പൂണോളം നമ്മുടെ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് എരിവില്ലാത്ത പിരിയൻ്റെ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണേ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടിയൊക്കെ ഇല്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി അതൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ നല്ല പൊടിച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാല ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിൽ ചേർക്കുന്ന സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് വളരെ കുറച്ച് ഒരു നുള്ളു മാത്രം മതി, ഉലുവാപ്പൊടിയാണ് കേട്ടോ. അത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇനി സിമ്മിലിട്ടിട്ട് ഈ പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം ഞാനിവിടെ 5 സവാള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3 വലിയ സവാളയും 2 ഇടത്തരം സവാളയും കൂടി എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നീളത്തിലാണ് അരിയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതെല്ലാം കൂടി ആ പൊടിക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്ത് ഞെരടിയൊന്നും വെച്ചിട്ടില്ല ഈ ഒരു സവാളക്കകത്ത്. ഇനിയാണ് ഞാനതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് പോകുന്നത്. ആ അരപ്പും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും എല്ലാം ഈ ഒരു സവാളയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഉള്ളിയൊക്കെ ഈ മസാലയ്ക്കകത്ത് കിടന്ന് മുരിയുന്നതിൻ്റെ നല്ല മണം. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളിക്കകത്ത് നമുക്ക് വെള്ളം വരുമേ, അത് മാത്രമല്ല ഇത് നികക്ക് ഇങ്ങനെ ഇത്തിരി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കറിവേപ്പിലയൊക്കെ ഇതിനകത്ത് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കണം. 3 വിസിലൊക്കെ മതി, പക്ഷെ ഞാൻ ഒരെണ്ണം കൂടെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ചൂടും അതുപോലെ തന്നെ കുക്കറിൻ്റെ ചൂടും ഒക്കെ വ്യത്യാസം കാണും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിക്ക് അങ്ങ് ചെയ്താൽ മതി. അങ്ങനത്തെ നമ്മൾ 4 വിസിലടുപ്പിച്ച് വെച്ചിട്ട് കുക്കറൊന്ന് തുറന്നപ്പോൾ ഉണ്ടല്ലോ, എന്തൊരു മണമെന്നറിയോ. അപ്പോൾ ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സിമ്മിലിട്ടേക്കുവാണ്. ഒന്നും കൂടി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 മുട്ട ഉണ്ടല്ലോ, വരഞ്ഞതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.